നമ്മുടെ തത്സമയ സ്റ്റുഡിയോയിൽ ഇന്ന് നമ്മുടെ കൂടെ ചേരുന്ന നമ്മുടെ അവതാരകർ ഒന്ന് ഞാൻ നവീൻ പനങ്കാവ്, പിന്നെ നമ്മുടെ കൂടെ നന്ദന, കൂടെ അനിലേഷ് ഹർഷ, പിന്നെ നമ്മുടെ കണ്ണൂർ വിഷന്റെ റിപ്പോർട്ടറായ പ്രതിഭ പ്രദീപ്, കൂടെ ഷാരിമ രാജൻ. ഇവർ നമ്മുടെ തത്സമയം നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അപ്പൊ ഇനി കണ്ണിമ ചിമ്മാതെ കണ്ണൂർ വിഷന്റെ ഓരോ നിമിഷത്തിലുള്ള പ്രോഗ്രാമും കണ്ടുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ഈ ഒരു 4-ാം ദിവസം പ്രഭാതത്തിൽ നമ്മുടെ കണ്ണൂർ വിഷന്റെ സ്റ്റുഡിയോയിൽ തത്സമയം എത്തിയിരിക്കുന്നത് ഉദ്ഘാടന ദിവസം, അതായത് നമ്മുടെ ഉദ്ഘാടനം 18-ാം തീയതി കഴിഞ്ഞ മത്സരത്തിലെ വിജയമാണ്. വാട്ടർ കളറിൽ എ ഗ്രേഡ് ഉണ്ട്, അതായത് പെൻസിൽ ഡ്രോയിങ്ങിൽ എ ഗ്രേഡും 1-ാം സ്ഥാനവും, ഓയിൽ പെയിന്റിൽ എ ഗ്രേഡും 1-ാം സ്ഥാനവും നേടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് പോകുന്ന പയ്യന്നൂരിലെ സാധിക PM ആണ്. സാധികയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാധിക, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ പയ്യന്നൂരിൽ എവിടെ നമ്മളെ വീട്? പയ്യന്നൂര് കണ്ടോത്ത് എന്ന് പറയും. ആര് കണ്ട്? അല്ല, കണ്ടോത്ത് സ്ഥലത്ത്. പയ്യന്നൂർ ടൗണിന് എത്ര ദൂരം ഉണ്ട് കണ്ടോത്തേക്ക്? ടൗണിൽ ഏകദേശം 10 മിനിറ്റ്. 10 മിനിറ്റ്. അപ്പൊ മോളുടെ കണ്ടോത്ത് ടൗണിൽ തന്നെയാണ് വീട്? കണ്ടോത്ത് ടൗൺ ആണോ ഗ്രാമമാണോ എന്താ? അങ്ങനെ രണ്ടും പറയാൻ പറ്റൂല. അപ്പൊ ഗ്രാമമല്ല പട്ടണമല്ല, അല്ല സ്ഥലമാണ്. കുറച്ചടുത്ത്, അത്രേ ദൂരമല്ലോ, ടൗണിൽ നിന്ന് അത്രേ ദൂരം. ഓക്കെ. സ്കൂളിന്റെ പേര് സെന്റ് മേരീസ് ഹൈസ്കൂൾ ഫോർ ഗേൾസ് പയ്യന്നൂർ. ഓക്കെ. അപ്പൊ ഹൈസ്കൂൾ വിഭാഗത്തിലാണ് ഇപ്പൊ നമ്മള് സംസ്ഥാനത്തിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ഇപ്പൊ 2 മത്സരത്തിൽ ഉണ്ട്, അതായത് പെൻസിൽ ഡ്രോയിങ്ങും ഓയിൽ പെയിന്റിംഗ് ഉണ്ട്. പിന്നെ ഇനി ഗ്രൂപ്പ് ഡാൻസ് മത്സരം വരാൻ വേണ്ടി മത്സരിക്കാൻ പോകുന്നു. അത് ഇന്നാണ്. ഇന്ന് ഗ്രൂപ്പ് ഡാൻസിന് മത്സരിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി മുഖത്ത് ചായങ്ങളൊക്കെ തേക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. അതിന് മുന്നേ നമ്മുടെ കണ്ണൂർ സ്റ്റുഡിയോയിൽ, അതായത് വേഷ പ്രച്ഛന്നൊന്നും ഇല്ലാതെ ലൈവായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. സാധിക PM. കൂടെ മോളുടെ കൂടി പാരൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ? അമ്മ വന്നിട്ടുണ്ട്, അനിയനും ഉണ്ട്. അമ്മയുടെ പേരെന്താ? പ്രീത. അമ്മ എന്താ ചെയ്യുന്നുണ്ടോ? ക്രാഫ്റ്റ് ടീച്ചറാണ് മദർ സ്കൂളിൽ വൈപ്പീരിയം. ഓക്കെ. അനിയന്റെ പേര്? സായുജ്. സായുജ് എന്ത് ചെയ്യുന്നു? അവന് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവന് നന്നായിട്ട് വരക്കും. അപ്പൊ കുടുംബം മൊത്തം വരയുടെ ആൾക്കാരാ. ഓക്കെ. അച്ഛന്റെ പേര്? പത്മരാജൻ. എന്ത് ചെയ്യുന്നു? അച്ഛൻ എക്സ്പോ സ്റ്റീൽസില് ബിസിനസ് ആണ്. അദ്ദേഹത്തോട് അന്വേഷണം പറയാ. ഓക്കെ. നിങ്ങളുടെ ഈ വരയ്ക്കാൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ സ്കൂളിൽ ആരൊക്കെയാ? സ്കൂളിൽ അച്ഛനും അമ്മയും മെയിൻ ആയിട്ടുണ്ട്. സ്കൂളില് HM ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാരും നല്ല സപ്പോർട്ടാണ്. ഇങ്ങനെ കോമ്പറ്റീഷൻസിനെല്ലാം പങ്കെടുക്കുന്നതും പ്രൈസ് വാങ്ങിക്കുന്നതിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഫ്രണ്ട്സ് ആയാലും എല്ലാരും നല്ല സപ്പോർട്ട്. സാധിക വരയ്ക്കുന്ന കാര്യം ആദ്യം ആരാ കണ്ടുപിടിച്ച? അച്ഛനാണോ അമ്മയാണോ? അമ്മയാണ്. അത് ഏകദേശം എത്രാമത്തെ വയസ്സിലായിരിക്കും? ഏകദേശം 3 വയസ്സ്. സാധാരണ എല്ലാരും ഈ ചുമരിലെല്ലാം വരയ്ക്കുന്ന പോലെ ഞാൻ പണ്ട് കരിക്കട്ട കൊണ്ട് ചുമരിലാണ് ചിത്രം വരയ്ക്കാറ്. അപ്പം 3-ാം വയസ്സിൽ ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മേന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ പൂജാമുറിന്ന് ഒരു കൃഷ്ണന്റെ പിക്ചർ എടുത്ത് വന്നിട്ട് ഞാനത് നോക്കി വരച്ചു. അത് കണ്ടിട്ടാണ് അമ്മ ചുമരിൽ തന്നെയാണ് വരച്ചത്? അല്ല, പേപ്പറിൽ വരച്ചു. രക്ഷപ്പെട്ടു അല്ലേ? നോക്കി വരച്ചു. അത് കണ്ടിട്ട് അമ്മ മീൻസ് അമ്മക്ക് എന്നിൽ എന്തോ ഒരു കഴിവ്. കണ്ടിട്ട് അതായത് ആദ്യമായിട്ട് എന്നിലെ കഴിവ് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം. അപ്പൊ അതിനുശേഷമാണ് എന്നെ പഠിക്കാൻ വിട്ടത്, ഡ്രോയിങ് പഠിക്കാൻ വിട്ടത്. ആ ചെറുപ്പത്തിലേ പഠിക്കാൻ വിട്ടു. ഇപ്പൊ എവിടെയും പോകുന്നില്ല. ആദ്യമായിട്ട് കൃഷ്ണന്റെ പടമാണ് വരച്ചത്? അങ്ങനെ പറയാം, കൃഷ്ണന്റെ പടം. കൃഷ്ണന്റെ. അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വേറെ ആയിട്ടുള്ള ഒരു മുസ്ലിം ലേഡി ഉണ്ട്. അവരായിട്ട് ഗുരുവായൂരൊക്കെ അവരുടെ കൃഷ്ണന്റെ പടമൊക്കെ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട്, അല്ലേ? അപ്പൊ അങ്ങനെ ഓരോ ആൾക്കും ഓരോ സൃഷ്ടിയാണ്. ഏറ്റവും കൂടുതൽ വരക്കാൻ ആഗ്രഹിക്കുന്നത് പ്രകൃതിയുള്ള കാര്യമാണോ അല്ലെ മനുഷ്യരുടെ രൂപമാണ്? എങ്ങനെയാണ്? എല്ലാം ഇഷ്ടമാണ്. ഞാൻ കൂടുതലും ഫ്രീ ടൈമില് ശ്രീകൃഷ്ണൻ എന്നെ വരക്കാം, മയിൽപീലി അങ്ങനത്തെ എല്ലാം. കൃഷ്ണന്റെ രാധയെ പോലെ 16,008 തോഴിമാരെ പോലെയൊക്കെയാണ്. എന്തായാലും കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ് നോക്കല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും പിന്നെ ഇന്ന് ഇത്തവണ എന്തായിരുന്നു മത്സരം? നമ്മുടെ വിഷയം എന്തായിരുന്നു? വിഷയം പെൻസിൽ ഡ്രോയിങ്ങിന് നിർമ്മാണ തൊഴിലാളികൾ, ഓയിൽ പെയിന്റിങ്ങിന് ശില്പം ഉണ്ടാക്കുന്ന ശില്പി, വാട്ടർ കളറിന് വഴിയോരത്തെ വസ്ത്ര വിൽപ്പന. ഇതില് ഏറ്റവും നന്നായിട്ട് വരക്കാൻ പറ്റി എന്ന് മോൾക്ക് തോന്നിയതാണ്? എനിക്ക് തോന്നുന്നത് പെൻസിൽ ഡ്രോയിങ് ആയിരിക്കും. പെൻസിൽ ഡ്രോയിങ് എന്താണ് വിഷയം? നിർമ്മാണ തൊഴിലാളികൾ. അപ്പൊ നമ്മുടെ പിന്നെ തലയിൽ ചട്ടിയൊക്കെ വെച്ചിട്ട് പോകുന്ന ആൾക്കാര്, അതായത് ഒരു ബിൽഡിംഗ്, ഒരു വലിയ ബിൽഡിംഗ് നിർമ്മിക്കുന്ന ഒരുപാട് തൊഴിലാളികളെ വരച്ചു. ചാക്ക് എടുത്തിട്ട് പോകുന്നത്, ഇങ്ങനെ കല്ലെടുത്തിട്ട് പോകുന്നത്, അങ്ങനെയില്ല. അല്ല, അതൊക്കെ മോളിപ്പം പിന്നെ വീട്ടിന്റെ അടുത്തൊക്കെ ഇങ്ങനെ നിർമ്മാണ തൊഴിലാളികൾക്ക് പണി എടുക്കുന്നത് കാണാറുണ്ട്? കാണാറുണ്ട്. അത് പണിയെടുക്കുന്നത് മറ്റേ ഹിന്ദി തൊഴിലാളികളാണോ അല്ലെ മലയാളികളാണോ എടുക്കുന്നത്? കൂടുതലും ഹിന്ദിക്കാരനെ. അല്ലെ? ഈ ചിത്രത്തില് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ തൊഴിലാളികള് അത് ഹിന്ദിക്കാരായിട്ട് കാണാൻ വേണ്ടി എന്തെങ്കിലും അതിലൊരു വ്യത്യാസം വരുത്താറുണ്ടോ? എങ്ങനെയത്? അങ്ങനെയില്ല, മുഖത്തിന് ചെറിയ വ്യത്യാസം വരുത്തിയത് ഹിന്ദിക്കാരായും തോന്നും. ഏകദേശം പണിയെടുക്കുന്നവർക്കെല്ലാം വസ്ത്രം എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയല്ലേ വരും. പക്ഷെ അങ്ങനെ നമുക്ക് ഹിന്ദിക്കാരെ തോന്നണമെങ്കിൽ ഇച്ചിരി മൂത്ത് അല്ലെങ്കിൽ ഒരു ഇയർഫോണിന്റെ ഒരു
ചിത്രം കൊടുത്താലും പെട്ടെന്ന് ഉത്സവം ഇവിടെ ചെവിയില് ചെവിയിൽ. അതാണ് കാരണം നമ്മൾ മലയാളികൾ ആരും അങ്ങനെ ഇയർഫോൺ ചെവിയിൽ വെച്ച് പണിയെടുക്കുന്നത് കാണാറില്ല. പക്ഷെ നമ്മുടെ അതിഥി തൊഴിലാളികൾ അവർ പണിയെടുക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി പാട്ട് കേട്ടിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, വളരെ സന്തോഷമുണ്ട്. എത്ര ടൈമാണ് ടൈം ഓരോന്നിനും? 2 മണിക്കൂർ വീതം ഓരോന്നിനും, രാവിലെ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ ബ്രേക്ക് തന്നിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഒരു 4-ാം ദിവസത്തെ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണൂർ വിഷന്റെ സ്റ്റുഡിയോയിൽ തത്സമയം നമ്മുടെ വന്നിരിക്കുന്ന നമ്മുടെ സാധിക PM ആണ്. വരയുടെ ലോകത്ത്, അതായത് പെൻസിൽ ഡ്രോയിങ് ആയാലും അതുപോലെ തന്നെ ഓയിൽ പെയിന്റ് ആയാലും ഒക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള, അതായത് നമ്മൾ ആദ്യം വരച്ചത് കൃഷ്ണന്റെ പടമാണ്. കൃഷ്ണന്റെ പടം വരയ്ക്കാനാണ് സാധികയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അമ്മ വരയ്ക്കും, അച്ഛൻ വരയ്ക്കും, അനിയൻ വരയ്ക്കും, മൊത്തം വരയുടെ ഒരു ഈ ടില്ലുമാണ് നമ്മുടെ വീട് എന്ന് പറയും. വീട്ടുപേരെന്താ? സാധിക നിലയം. നിങ്ങളുടെ പേര് തന്നെയാണ്. അടിപൊളി, നല്ല കാര്യം. പാട്ട് പാടുവോ? പാടാറില്ല. മൂളിപ്പാട്ട് പാടും. ഒന്ന് മൂളിപ്പോ ഒന്ന് കേൾക്കട്ടെ. എങ്ങനെ മൂളിപ്പാട്ട് പാടാം? ഒന്ന് കേൾക്കട്ടെ. പാടുന്നില്ല. അപ്പൊ എന്തായാലും ഗ്രൂപ്പ് ഡാൻസിനായിട്ട് തയ്യാറെടുപ്പ് നിൽക്കുകയാണ്. എന്തായാലും അതിനും A ഗ്രേഡ് 1ാം സ്ഥാനം കിട്ടട്ടെ. നിങ്ങൾ ടീമായിട്ട് സംസ്ഥാനത്ത് തൃശ്ശൂരാണ് നമ്മുടെ സംസ്ഥാന കലോത്സവം അവിടെ എത്തിച്ചേരുക. വളരെ സന്തോഷമുണ്ട്. അപ്പം മോട്ടിക്ക് ഞങ്ങളുടെ വകയായിട്ട് ചെറിയൊരു സമ്മാനം. ഓക്കെ.